വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രാർത്ഥനയാണ്. ഒരിക്കലും ഞാൻ കോയമ്പത്തൂർ പോയിട്ട് തിരിച്ചു വരികയാണ്. നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. ഉക്കടം സ്റ്റാൻഡ് കഴിഞ്ഞപ്പോൾ അവനൊരു കുപ്പി കയ്യിലെടുത്തു. കണ്ടാൽ സർബത്താണെന്ന് തോന്നും, പക്ഷേ മദ്യം കുടിക്കാൻ പാകത്തിന് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിൻ്റെ കുപ്പിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. അവനെ നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. ഞാനും അവനെ നോക്കി ചിരിച്ചു. അവനെന്നോട് ചോദിച്ചു വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, എന്നിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അവൻ ലോക്കൽ ബസ്സിൽ കയറിയതിൻ്റെ കാരണം ഇതാണ്. ഇത് എവിടെ തീരുന്നോ അവൻ അവിടെ ഇറങ്ങും. എന്നിട്ട് വീണ്ടും ഏതെങ്കിലും ബിവറേജ് കോർപ്പറേഷനിൽ മദ്യ ഷാപ്പിൽ കയറി അത് നിറച്ച് അടുത്ത ബസ്സിൽ കയറിപ്പോരും. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് കുപ്പി നിറച്ച് കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മദ്യത്തിൻ്റെ പിശാചിനെ അവനിൽ നിന്ന് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച ഇതാണ്. അവൻ ഈ കുപ്പി തുറക്കും, കുടിക്കാൻ നോക്കും, പക്ഷെ ഇവന് കുടിക്കാൻ പറ്റുന്നില്ല. ഇവൻ കുപ്പി അടച്ചു വയ്ക്കും, കുറേ നേരം അങ്ങനെ അനങ്ങാതിരിക്കും, വീണ്ടും കുപ്പി തുറക്കും. കുപ്പി തുറക്കുന്ന കാണുമ്പോൾ ഞാൻ പിന്നെയും പ്രാർത്ഥന ശക്തമാക്കും. അപ്പോൾ ഇവൻ പിന്നെയും കുപ്പി അടച്ചു വയ്ക്കും. അങ്ങനെ അടയ്ക്കലും തുറക്കലുമായിട്ട് വാളയാറ് കഴിഞ്ഞപ്പോൾ ഇവൻ പറയുകയാണ്, അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ ഇവന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവൻ പറയുകയാണ്, എന്നാൽ ഈ സാധനം പോട്ടയില്ലേ എന്ന് പറഞ്ഞ് ഇവൻ ഈ കുപ്പി പുറത്തേക്കൊരു ഏറ് വെച്ച് കൊടുത്തു. അവൻ ഈ കുപ്പി മദ്യത്തോടു കൂടി ആ കുപ്പി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ അവനെ ഉപദേശിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മോനെ, മദ്യം വിഷമാണ്. ആ കുപ്പിയെ തന്നെ എഴുതി വെച്ചിട്ടില്ലേ അത്? ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പറയാറില്ലേ, ബോധവൽക്കരണത്തിലൂടെയാണ് നമുക്കിത് അവരെ മദ്യപാനത്തിൽ. നമ്മൾ എന്തോരം ബോധമില്ലാത്തവരാണോ മദ്യപിക്കുന്നത്? മദ്യപിച്ച് കഴിയുമ്പോഴല്ലേ ബോധമില്ലാതാവുന്നത്? ആണോ അല്ലയോ? ബോധമുള്ളവരാണ് മദ്യപിക്കുന്നത്, ബോധമില്ലാത്തതുകൊണ്ടല്ല മദ്യപിക്കുന്നത്. മദ്യപിച്ച് കഴിയുമ്പോഴാണ് മനുഷ്യന് ബോധമില്ലാതാവുന്നത്. അതുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിൻ്റെ അപ്പൻ മദ്യപാനിയാണോ, നിൻ്റെ അമ്മ മദ്യപാനിയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണിപ്പം. കാരണം എന്താണെന്നറിയാവോ? 2 മാസം മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി, ഒരു 22 വയസ്സൊക്കെ പ്രായം തോന്നുമായിരിക്കും, ഒരു പെൺകുട്ടി വന്നു. വെള്ളിയാഴ്ച രാത്രി 1 മണിയായപ്പം ഗേറ്റിങ്ങിൽ വന്നിട്ട് ഭയങ്കര ബഹളം. കുടിച്ച് ബോധമില്ലാതെ വന്നേക്കുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. കൺട്രോൾ റൂമിലെ പോലീസ് വണ്ടി അതിലെ പോകുന്നുണ്ടായിരുന്നു. അവർ ഈ പെണ്ണിനോട് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വണ്ടി പോലീസ് വന്നു. അവർ നോക്കിയിട്ട് നടക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷിതനുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജോർജ്, നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റർ ഇവിടെ ഇതൊക്കെ കാണിക്കുന്നത്. അവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പോയി ഗ്രോട്ടോയിൽ പോയി മുട്ടുകുത്തി കണ്ണുനീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഈ പെൺകുട്ടിയെ ഒന്ന് ശാന്തമാക്കണേ എന്ന് പറഞ്ഞു. അവൻ നിയോഗം വെക്കാതെ 2-3 ജപമാല ഉണ്ടായിരുന്നു. അവൻ നിയോഗം ഒന്നും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ സ്റ്റോക്ക് വെച്ചേക്കുവാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അന്നേരം പെട്ടെന്ന് കൊന്തയെല്ലാം സമയം കിട്ടിയില്ലെങ്കിലോ അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവൻ ഈ ജപമാല 3 ജപമാല ഈ പെൺകുട്ടിക്ക് വേണ്ടി കാഴ്ചവെച്ച് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഇവൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവൻ ഗേറ്റിങ്ങിൽ വന്നിട്ട് സഹോദരി കയറി വാന്ന് പറഞ്ഞു. ഇത്രയും അവൻ പറഞ്ഞോളൂ. ഒരു കുഞ്ഞാട് വരുന്നു. അത്രയും നേരം അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടി ഒരു കുഞ്ഞാടിനെ പോലെ അകത്തേക്ക് കയറി വന്നു. അവളിവിടെ ധ്യാനം കൂടി, അവൾ മാനസാന്തരപ്പെട്ടു, നല്ല കുട്ടിയായിട്ട് പോയി മദ്യപാനം ഉപേക്ഷിച്ച്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സഭ വെറുതെയല്ല പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല എന്ന്. അസാധ്യമായതിനെ അത് സാധ്യമാക്കുന്നു, ദുഷ്കരമായതിനെ എളുപ്പമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. വലിയ അന്ധകാര ശക്തികൾ ഇന്ന് നമ്മുടെ അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മദ്യം, മയക്കുമരുന്ന്, എന്താ പറയുക, ലൈംഗിക മ്ലേച്ഛതകൾ, അക്രമം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത് പിശാചിൻ്റെ ത്രിത്വം എന്നാണ്. പിശാചിൻ്റെ ത്രിത്വം എന്താണ്? പിശാചിൻ്റെ ത്രിത്വം സെക്സ്, ഡ്രഗ്സ്, വയലൻസ്, പിശാചിൻ്റെ ത്രിത്വം. പ്രിയപ്പെട്ടവരെ, ഇന്നിത് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര ദിവസം ഇങ്ങനെ നിഷ്ക്രിയരായിട്ടിരിക്കും? നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർന്നു നിന്നാൽ ഈ അന്ധകാരത്തിൻ്റെ ആക്രമണങ്ങളിൽ നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ പറ്റും, നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ പറ്റും, സഭയെ രക്ഷിക്കാൻ പറ്റും, ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റും. നമ്മൾ മന്ദോഷരായിരുന്നാലോ നിഷ്ക്രിയരായിരുന്നാലോ നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോകും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സൗൽ രാജാവും മറ്റ് ഇസ്രായേൽ സൈന്യം മുഴുവൻ ഗോലിയാത്തിന് മുൻപിൽ ഭയന്ന് വിറച്ച് പാറയിടുക്കുകളിലും ഗുഹകളിലും എല്ലാം ഒളിച്ചപ്പോൾ ഒരു കൊച്ചു പയ്യനായിരുന്ന ആട്ടിടയനായ ദാവീദ് ഞാൻ ഗോലിയാത്തിനെ കൊല്ലാമെന്ന് പറഞ്ഞ് ധൈര്യസമേതം ചെല്ലുകയാണ്. ആ സമയത്ത് സാവൂള് ദാവീദിനോട് പറയുകയാണ്, മോനെ, നീ കൊച്ചു പയ്യനല്ലേ, നിനക്ക് യുദ്ധം ചെയ്യാനറിയാവോ? അവനാണെങ്കിൽ പണ്ട് മുതലേ വലിയ യോദ്ധാവാണ്. ദാവീദ് സാവൂളിനോട് പറയുകയാണ്, പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഞാൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു ആടിനെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടരും. അതിനെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അതിനെ അടിച്ചു കൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. നോക്കണേ, ദാവീദിൻ്റെ ധൈര്യം നോക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവജനത്തെ ഇതുപോലുള്ള സിംഹങ്ങളും കരടികളും എന്തിൻ്റെയൊക്കെ രൂപത്തിലാണ് വരുന്ന മദ്യം, മയക്കുമരുന്ന്, അക്രമങ്ങൾ, അതുപോലെ ലൈംഗിക വൈകൃതങ്ങൾ, ഇതെല്ലാമായിട്ട് ഇന്ന് സമൂഹത്തിൽ അനേകം ആടുകളെ ഇന്ന് സിംഹവും കരടിയും തട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്തു? നമ്മൾ എന്തു ചെയ്തു? അവർക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമയം അതിക്രമിച്ചിട്ടില്ല. ഇനിയെങ്കിലും നമ്മൾ ഉണരണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ രാജ്യത്തുണ്ടാകും, നമ്മുടെ ലോകത്തുണ്ടാകും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 22 അധ്യായം 30 തിരുവചനത്തിൽ പറയുകയാണ്, ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, എന്നാൽ ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. ദൈവം ഒരു ദേശം നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവം ആദ്യം അന്വേഷിക്കുന്നത് എന്താണെന്നറിയാവോ? ആ നാടിന് വേണ്ടി, ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. കോട്ട പണിയുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ കോട്ട കെട്ടുക. പ്രാർത്ഥന ഒരു മതിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം 6 മുതലുള്ള വചനങ്ങൾ, ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ നിങ്ങൾ വിശ്രമിക്കരുത്. ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നവരെ അവിടുത്തേക്ക് വിശ്രമം നൽകരുത്. പ്രിയപ്പെട്ടവരെ, മതിലിൽ കാവൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ രാവും പകലും നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ അബൈഡ് മിനിസ്ട്രിയിൽ ഒരുപാട് പേര് ധ്യാനം കൂടി, ഇല്ലേ, 2000-3000 പേരൊക്കെ അറ്റ് എ ടൈം ധ്യാനിച്ച സമയങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ധ്യാനം കൂടി, യുവജനങ്ങൾ. പക്ഷേ എന്തു സംഭവിച്ചു? കുറേ കഴിഞ്ഞപ്പോൾ ആളുകൾ, ഇല്ലെങ്കിൽ ധ്യാനത്തിൽ കിട്ടിയ ചൈതന്യം ക്രമേണ നശിക്കാൻ തുടങ്ങി. അവർ പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി. നമ്മൾ ഒരുപാട് പേരെ കണ്ടു. എന്തിനു പറയുന്നു? അബൈഡ് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ലീഡേഴ്സ് പോലും പലരും പഴയ പാപജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങി. അതിൻ്റെ കാരണം മനസ്സിലായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല. അങ്ങനെയാണ് ഇവിടെ ഒരു ചാപ്പലിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 24 മണിക്കൂറും ഈ എബൈഡ് മിനിസ്ട്രിയിൽ ധ്യാനം കൂടിയവർക്കും യുവതി യുവാക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ഒരു ആരാധന തുടങ്ങിയത്.
ധ്യാനത്തിനിവിടെ ആൾ കുറഞ്ഞു, യുവജനങ്ങളുടെ ധ്യാനത്തിൻ്റെ ആൾ കുറഞ്ഞ് വളരെയധികം കുറഞ്ഞു പോയി ഒരു സമയത്ത്, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ധ്യാനത്തിന്. ആ സമയത്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരു നിത്യാരാധന തുടങ്ങുകയും ചെയ്തത്. പ്രിയപ്പെട്ടവർ, പിറ്റേ ധ്യാനം മുതൽ ആൾ കൂടാൻ തുടങ്ങി. ഇവിടെ നിന്ന് അകന്നുപോയ പല പ്രേക്ഷിതരും തിരിച്ചു വന്നു. കാരണം ഇതാണ്, പ്രാർത്ഥനയില്ലാതെ ഒരു ശുശ്രൂഷയും മുന്നോട്ട് പോകില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് വിശ്വാസ ജീവിതം ഉപേക്ഷിച്ചവർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അതുപോലെ മദ്യം, മയക്കുമരുന്ന്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ, ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടവർ, പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി കഴിയുന്നവർ, മാതാപിതാക്കളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നവർ, മാതാപിതാക്കളെ നിന്ദിക്കുന്നവർ, എന്തോരം മനുഷ്യരാണ് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള പാപാവസ്ഥയിൽ കഴിയുന്നത്. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എഫേസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 18-19 തിരുവചനങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ, അവിശ്രാന്തമുണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വചനപ്രഘോഷകർക്ക് വേണ്ടി നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട്, ധ്യാന ഗുരുക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ ബഹുമാനപ്പെട്ട ഉപ്പാണിയച്ഛന് വേണ്ടിയിട്ടും നമ്മുടെ ജെയ്സൺ അച്ഛന് വേണ്ടി, ജെയിംസ് അച്ഛന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ധ്യാന ഗുരുക്കന്മാർക്കും വേണ്ടി, പ്രത്യേകിച്ച് ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അതുപോലെ നമ്മുടെ പരിചയത്തിലുള്ള എല്ലാ ധ്യാന ഗുരുക്കന്മാർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം അവർ ദിവസവും അനേകരെ ഇതുപോലെ മാനസാന്തരപ്പെടുത്തുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ തീക്ഷ്ണതയോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കൊരു നഷ്ടവുമില്ലാത്ത വെറും പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കരുത്. ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട ഉപ്പാണിയച്ഛൻ 3 മണിയാകുമ്പോൾ ചാപ്പലിൽ വരും. അവിടെ ഒരു ചാപ്പലിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ബെഡ് പഞ്ഞിയുടെ ബെഡല്ല, ഇവിടെ നിരത്തിയിരിക്കുന്ന ഈ കല്ല് കണ്ടിട്ടില്ലേ, ആ കല്ലാണ് ആ ബെഡിനകത്ത് നിറച്ചിരിക്കുന്നത്. അച്ഛൻ അതിനകത്ത് വന്ന് മുട്ടുകുത്തും. 1 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് യുവജനങ്ങൾക്ക് വേണ്ടിയും മറ്റു മനുഷ്യർക്ക് വേണ്ടിയൊക്കെ അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഞങ്ങളും വന്ന് അച്ഛൻ്റെ ഒപ്പം മുട്ടുകുത്തും. ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തി പ്രാർത്ഥിക്കണം. ഓരോരുത്തർ മുട്ടയിലഴിഞ്ഞ്, ഈ കല്ലിലെ റോട്ടിലൂടെയൊക്കെ മുട്ടയിലഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മുട്ട് പൊട്ടി നമ്മൾ ഈ ചേനയൊക്കെ ചെത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ കളറാണ് മുട്ടിൽ, തോലെല്ലാം പോയിട്ട്. എന്നാലും തീക്ഷ്ണത കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? താങ്കൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു നിങ്ങളിൽ നിന്നൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനാവാത്ത നിങ്ങൾക്ക് വേണ്ടി അവർ ഇതുപോലെ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്നറിയാവോ? ഈശോയോടുള്ള സ്നേഹമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നാളെ പരിശുദ്ധാത്മ അഭിഷേക ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്: കർത്താവേ, എനിക്ക് കണ്ണുനീരിൻ്റെ വരം തരണമേ. കർത്താവേ, എനിക്ക് കണ്ണുനീരിൻ്റെ വരം തരണമേ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവേ, എനിക്ക് വരം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ പ്രകാരം പഠിപ്പിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ വിശുദ്ധിയിലും ഭക്തിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി പ്രകാരം ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന് സ്വീകാര്യവുമത്രേ. എല്ലാവരും സത്യമറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഇവിടെ ഒരു ഗ്രാൻഡ് അബൈഡ് നടന്നപ്പോൾ 70 ദിവസമൊക്കെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് വേണ്ടി. കുറേ പേര് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ട് 70 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ആ ധ്യാനത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ അബൈഡ് നടന്നപ്പം അതിനു വേണ്ടിയിട്ട് 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത്താഴം മാത്രം കഴിക്കും കേട്ടോ, അത്താഴം മാത്രം കഴിക്കും, 2 നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച്. നിങ്ങൾ ഇതുപോലെയുള്ള ഉപവാസം എടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉപേക്ഷിക്കുക.
കുട്ടികളുടെ ധ്യാനം നടക്കുമ്പോൾ ഞാൻ പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾ വലിയ വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യാൻ പോണ്ട, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ത്യാഗം ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമല്ല, മറിച്ച് നമ്മൾ എത്ര സ്നേഹത്തോടെ അത് ചെയ്യുന്നു എന്നുള്ളതാണ്, എത്ര തീഷ്ണതയോടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഉപ്പൊഴിക്കാതെ ചോറ് തിന്ന്, പിള്ളേരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഉപ്പൊഴിക്കാതെ ചോറ് തിന്നിട്ട് ആ രുചിക്കുറവ് ഒരു ത്യാഗമായിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യ നിലത്ത് നിന്ന് കുരിഞ്ഞ ഒരു മൊട്ടുസൂചി എടുക്കുന്നതും ഒരു കടലാസ് കഷ്ണം എടുക്കുന്നതും ഒരു ഇല എടുക്കുന്നതും എല്ലാം എന്തിനു വേണ്ടി കാഴ്ചവെച്ചു? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ നമ്മൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് അതിലൂടെ അനേകരെ രക്ഷപ്പെടുത്തും. നമുക്ക് അനേകരെ മാനസാന്തരപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ നിങ്ങൾ ഈ ഒരു വരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കാര്യമൊക്കെ ആര് നടത്തിത്തരും? സ്വാഭാവികമായ ചോദ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇരട്ടി അനുഗ്രഹം പ്രാപിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇരട്ടി അനുഗ്രഹം പ്രാപിക്കുന്നത്. കാരണം ജോബിൻ്റെ പുസ്തകം 42:10 പറയുകയാണ്, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അത് ഇരട്ടിയായി കൊടുത്തു. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അത് ഇരട്ടിയായി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റിത്തരും. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. കർത്താവെ, ഞാൻ ഇത്രയും കാലം പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു. ഇപ്പോൾ ഞാൻ നിന്നെ അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ്. പാപ മാർഗങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. കർത്താവെ, നന്മ ചെയ്യുന്നതിൽ എന്നെ തീഷ്ണതയുള്ളവനാക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി ദിനരാത്രങ്ങൾ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു വരം എനിക്ക് നൽകണമേ എന്ന് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയോട് ചേർന്ന് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിവുള്ള അനേകരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുകയാണ്. അവർക്ക് വേണ്ടി നമുക്ക് അതിനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുനാൾ മുതലേ അമ്മ ഇങ്ങനെ ഒത്തിരി ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്ന് ഈശോയുടെ ഒരു വല്ലാത്തൊരു സ്നേഹം, ഒരു അടുപ്പമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം ചെറുതിലെ ആണെങ്കിലും എപ്പോഴും രാത്രിയൊക്കെ ആണെങ്കിലും എഴുന്നേറ്റിരിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ വല്ലാത്തൊരു ഇൻറ്റിമസി ഈശോയുമായിട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ പതിയെ ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്കിനും ഒരു 6th 7th ഒക്കെ ആയപ്പോഴത്തേക്കിനും എല്ലാം ഇങ്ങനെ ഫ്രണ്ട്സായി മാറാൻ തുടങ്ങി. കാരണം ഈശോയുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇൻറ്റിമസിയൊക്കെ പതിയെ എനിക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി. പിന്നെ അമ്മ എന്നെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പതിയെ അമ്മയോട് ഇങ്ങനെ റിബൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ശരിയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സൊന്നും ഇത്രയധികം പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ കർത്താവ് വളരെ ഭംഗിയായിട്ട് നടത്തി കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ മാത്രം ഇതിന് ഇത്രയധികം പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചാലും കർത്താവ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുമല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ ആ ഒരു ചിന്ത ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വളർന്നു വന്നപ്പോഴത്തേക്കിനും അത് ഈശോയുമായിട്ടുള്ള എൻ്റെ അടുപ്പത്തെയാണ് ഇല്ലാണ്ടാക്കിയത്. അത് ഞാനിങ്ങനെ അറിയാൻ വൈകിപ്പോയി. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, അതുപോലെ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ ആവശ്യം നടത്തി തരും. പിന്നെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പം മെഡിക്കൽ എൻട്രൻസ് എഴുതണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് വെറുതെ പോയി എഴുതി. അത് കഴിഞ്ഞ് അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴും കൈ കാശില്ല, അതിനുവേണ്ടി ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ല. പക്ഷേ ഞാനിങ്ങനെ കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോഴും കർത്താവ് എന്നിങ്ങനെ വിടാണ്ടിങ്ങനെ പിന്തുടരുകയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം 4 വയസ്സുള്ളപ്പം തന്നെ മരിച്ചു പോകേണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ടെറ്റ്നസ് വന്ന് ഒരു 19 ദിവസം PCUലായിരുന്നു. മൂക്കിലൂടെ ട്യൂബിട്ടാണ് എനിക്ക് ഫുഡൊക്കെ തന്നിരുന്നത്. ഡോക്ടേഴ്സ് വിധി എഴുതിയത് 99.9% ഈ കുട്ടി മരിച്ചു പോകും, ഒരിക്കലും നിങ്ങൾക്ക് ഈ കുട്ടിയെ തിരിച്ച് കിട്ടില്ല എന്ന് വിധി എഴുതിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം വീട്ടിൽ അപ്പയുടെ അമ്മായിയൊക്കെ വന്നിട്ട് മുറ്റം വരെ അടിച്ചിടുമായിരുന്നു, ശവം കൊണ്ടുവരുവാണെങ്കിൽ കയറ്റി കിടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രമാത്രം കർത്താവിനെ കാത്തു പരിപാലിച്ച് കരുതി കൊണ്ടുവന്നാണ് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു മൂല്യത്തെക്കുറിച്ചൊന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നീട് ലോകമായി മാറിയെല്ലാം.
ടി വി കാണുക, ടി വിക്ക് അഡിക്ഷനായി മാറി. ഒരു ദിവസം ഒരു 3-4 ഫിലിമൊന്നും കണ്ടാലും മതി വരില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് ഞാൻ മാറി എന്നുള്ളതാണ്. രാത്രി ഉറക്കമൊഴിച്ചിരുന്നും ടി വി കാണുക എന്നുള്ളത് എൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറി. അങ്ങനെ മുന്നോട്ട് പോയി ആകെ ജീവിതത്തിൽ വിശുദ്ധിയില്ല, ഒരു കരിയറിലോട്ടും എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ +2 കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു, പക്ഷേ നല്ലൊരു റിസൾട്ട് ഉണ്ടായില്ല. അങ്ങനെ എല്ലാം ഫ്ലോപ്പായി. ഞാൻ ഒന്നും അല്ലാത്ത ഒരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്നൊരു സമയത്താണ് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നതും അങ്ങനെ എബൈഡ് 26 എന്ന റിട്രീറ്റ് കൂടാനും ഇടയായത്. പക്ഷെ കർത്താവ് എന്നെ വല്ലാതെ അങ്ങ് തൊടുന്നൊരു അനുഭവം എനിക്കുണ്ടായത്. എനിക്ക് എവിടെ വെച്ചാണോ ആ ഒരു ദൈവസ്നേഹം നഷ്ടപ്പെട്ടത്, ഇവിടെ വന്ന് നല്ലൊരു കുമ്പസാരം നടത്തി തിരിച്ചു വന്നിരുന്ന ദൈവത്തെ ആരാധിച്ചപ്പം ഞാൻ അറിയാതെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന കൈകൾ കർത്താവ് ഇങ്ങനെ ശക്തിയായിട്ട് വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത്. 2-3 തവണയായപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ആരും ഇങ്ങനെ തോന്നിക്കാൻ തുടങ്ങി, വിട്ടുകൊടുത്തോളാൻ. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനെ എന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു നിന്ന് എന്നെ ഇങ്ങനെ വല്ലാണ്ടങ്ങ് ഹഗ് ചെയ്ത് ആ ആളുടെ സ്നേഹം ഇങ്ങനെ ഉള്ളിലേക്ക് നിറയുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവർ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തെന്നില്ലാത്തൊരു സന്തോഷം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിക്കാത്തൊരു ആനന്ദം, അത് എവിടെ നിന്ന് വരുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ കർത്താവിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു നിമിഷം കർത്താവ് എനിക്ക് തന്നൊരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം നിന്നെ ഒന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്താണ് എൻ്റെ മുൻപിൽ തരിക എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ചോദ്യം എൻ്റെ കണ്ണ് ഉറപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ 2 കൈ ശൂന്യമായിട്ട് ഈശോയുടെ അടുത്തേക്ക് പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത, അത് വല്ലാണ്ട് എന്നെ മാറ്റിമറിച്ചു. ആ ഒരു നിമിഷം ഈശോ ഒരു തീരുമാനം എടുക്കാണ്ട് എന്നെ അനുവദിച്ചു. ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ, ഇനി ജീവിക്കുകയാണെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടിയെന്ന്. പ്രിയമുള്ളവരെ, അന്ന് ആ ഒരു തീരുമാനം എടുത്തപ്പം കർത്താവ് എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. കർത്താവ് പിന്നെ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ നയിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ സെൻറ്റ് തെരേസസ് കോളേജിൽ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ 800ാമത്തെ റാങ്കിൽ കിടന്നിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു മാർക്ക് വെച്ചിട്ട് അവിടെ ഒരിക്കലും എനിക്ക് അഡ്മിഷൻ കിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ, കർത്താവിന് ഞാൻ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പം ഈശോ എൻ്റെ കാര്യങ്ങളെ കൂടുതൽ പ്രാധാന്യമായിട്ടെടുത്ത് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, ഞാൻ അകന്നു പോയപ്പോഴും എന്നിൽ നിന്ന് അകന്നു പോകാത്ത ഒരു കർത്താവിൻ്റെ സ്നേഹം. ഇന്നും ഈശോയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹം ഓരോ നിമിഷവും ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഈശോ ഇടയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി.